എവിടാ? ഇപ്പൊ എന്താ തിരക്കിലാ? അല്ലല്ല, പറഞ്ഞോളെ. നമ്മൾ ചെറിയ കാര്യങ്ങളൊക്കെ അങ്ങോട്ടൊന്ന് അറിയാൻ വേണ്ടിട്ട് വിളിച്ചതാണ്. ആയിക്കോട്ടെ. ഞാൻ പിന്നെ നിങ്ങളെ മതം മാറ്റാനോ നിങ്ങളെ എന്നെ ഇത് മാറ്റാനോ അങ്ങനെ ഒന്നല്ല. അല്ല, ഞാൻ ഈ നമ്പർ കൊടുക്കണ എന്താ വെച്ചാൽ നമ്മൾ പറയുന്ന കാര്യങ്ങളിൽ നമ്മൾ അക്കൗണ്ടബിൾ ആയിരിക്കുക എന്നുള്ളത് കൊണ്ടാണ്. ആ അപ്പൊ ഞാൻ പറയുന്ന കാര്യങ്ങളിൽ അഭിപ്രായ വ്യത്യാസമുള്ളവർക്കോ അത് അഭിപ്രായമുള്ളവർക്കോ ഒക്കെ പറയാലോ. ഉം. അതങ്ങനെ തന്നെയാണ്. ഉം. നിങ്ങളൊരു മാന്യമായിട്ടുള്ള ചർച്ചയാണ് നടത്തുന്നത്, അല്ലാതെ ആരിഫിന്റെ മാതിരിയുള്ള സംഖ്യ ഇപ്പൊ മനസ്സല്ല അങ്ങനെ നിങ്ങൾക്ക്. എല്ലാ മൂല്യന്മാരും ഒരേപോലത്തെ വയലല്ലോ. അതന്നെ, അതുപോലുള്ള നിങ്ങളിലും ഉണ്ട് പല വ്യത്യാസങ്ങളുള്ള മനുഷ്യന്മാരല്ലേ, എല്ലാ മനുഷ്യന്മാരും ഒരുപോലെ എന്തായാലും ആവില്ലല്ലോ. വ്യൂസ് കൂട്ടാൻ വേണ്ടിയിട്ട് മുസ്ലിം വിരോധം മാത്രം മുന്നിൽ വെച്ച് പൈസ ഉണ്ടാക്കുന്ന ആൾക്കാരുണ്ട് എത്തിസ്റ്റില്. അതുപോലെ മുസ്ലിം പലതരം മതത്തിലുണ്ട്. ആൾക്കാരുണ്ട്, അതിപ്പോ ആ എല്ലാത്തിലും ഉണ്ടെന്നേ. ഉം. എത്തിസ്റ്റ് എന്ന് പറഞ്ഞ എല്ലാത്തിലും എല്ലാ മനുഷ്യന്മാർ തന്നെയാണല്ലോ. ആണ്, മനുഷ്യന്മാരെന്നാണ്. അപ്പൊ പക്ഷെ അത് എല്ലാത്തരം ആൾക്കാരും സമൂഹത്തെ ഉണ്ടാവും പറയാം. അതിലിപ്പം മറ്റു വ്യക്തികളെ കുറിച്ച് നമ്മൾ സംസാരിക്കുന്നതിൽ അർത്ഥമല്ലല്ലോ. ഞാൻ ഇപ്പം അല്ല, നാസർ മദനെ കുറിച്ചോ അല്ലെങ്കിൽ അലിയാർ കാസിമിനെ കുറിച്ചോ നിങ്ങളോട് പറഞ്ഞിട്ട് വലിയ കാര്യമില്ലല്ലോ. കാരണം അത് വേറൊരു വ്യക്തിയാണല്ലോ. വ്യക്തിയാണ്. അവരുമായിട്ട് ബന്ധപ്പെട്ടത് അവരോട് പറഞ്ഞിട്ടില്ലേ കാര്യമുള്ളൂ. നമുക്ക് പിന്നെ പക്ഷെ അത് പരദൂഷണം പറയാന്നല്ലേ ഉള്ളൂ. പക്ഷെ അത് സമൂഹത്തിൽ വലിയ വലിയ പ്രശ്നങ്ങൾ അല്ല, ആ ഉണ്ടാക്കുന്നുണ്ട് അങ്ങോട്ടും കാര്യങ്ങളിലൊക്കെ എന്റെ ഇങ്ങോട്ടൊക്കെ. അഭിപ്രായം ഞാൻ പ്രകടമായിട്ട് പരസ്യമായിട്ട് പറയാറുണ്ട്. അറിയാം, നമ്മൾ തമ്മിൽ സംസാരിക്കുന്നതിൽ അർത്ഥമില്ലല്ലോ എന്ന് പറയാം. അതാണ്. അല്ല, അത് പറയണല്ലോ, അത് ചർച്ച ചെയ്യണല്ലോ. എത്തിസ്റ്റ് എന്ന നിലയിൽ നമുക്ക് ചർച്ച ചെയ്യണല്ലോ. അതാ ഞാൻ നിങ്ങളെ പറഞ്ഞത്. ഇപ്പം എത്തിസ്റ്റ്. ആരിഫോ അല്ലെങ്കിൽ ആരിഫിനെ പോലെയുള്ള ആളുകളോ അല്ലെങ്കിൽ ആരിഫ് അതല്ലാത്ത വേറെ വ്യക്തികളോ, ആരിഫോ ജാമിദയോ ആരും അവരുമായിട്ട് വ്യക്തിപരമായിട്ട് അവരുടെ നിലപാടുകളിലോ അവരുടെ രീതികളിലോ ഉള്ള എന്റെ അഭിപ്രായ വ്യത്യാസം ഞാൻ പരസ്യമായിട്ടും അവരോടും പറഞ്ഞിട്ടുണ്ട് എന്ന് പറയാം. അതിനപ്പുറത്തേക്ക് നമ്മൾ തമ്മിൽ അത് സംസാരിച്ചിട്ട് ഒരു ഉപകാരമില്ലാത്ത കാര്യമാണല്ലോ. പക്ഷെ അങ്ങനെ ഇത് സംസാരിക്കേണ്ട സമൂഹത്തിൽ കാര്യമില്ലല്ലോ. അത് കേവലം പക്ഷെ പരദൂഷണം എന്നല്ലേ വരുള്ളൂ. അതല്ല, അത് പരിദൂഷണായിട്ട് മാറൂല. അതങ്ങനെ വരുള്ളൂ. വേറെ ഇപ്പൊ എന്താ കൊണ്ട് ഒരു ഫായ്ദ വേണ്ട. ഇപ്പൊ പ- എന്റെ പ- നമ്പർ പ- ഞാൻ പ- കൊടുത്തിരിക്കുന്നത് ഞാൻ ചെയ്തിട്ടുള്ള വീഡിയോകൾ, എന്റെ ഉം, അഭിപ്രായങ്ങൾ, അതിനോടുള്ള അഭിപ്രായ വ്യത്യാസമൊക്കെ പറയാം. ഉം, ആരിഫുമായിട്ട് ബന്ധപ്പെട്ട വിമർശനങ്ങൾ നിങ്ങൾക്ക് ആരിഫിനെ വിളിക്കാം. അല്ലെങ്കിൽ വേറെ ആൾക്കാരുമായിട്ട്, അല്ലെങ്കിൽ നിങ്ങൾക്ക് സ്വതന്ത്രമായിട്ട് അഭിപ്രായം ഉണ്ടെങ്കിൽ അത് പറയാം. ഉം. അതൊക്കെയാണല്ലോ അതിന്റെ ഒരു രീതി. പക്ഷെ അല്ലെ? സമൂഹത്തിൽ അത് വലിയ പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നുണ്ടല്ലോ, അല്ല, അതാണ് അതാ മെയിൻ ഞാൻ പറഞ്ഞ, വിഷയം. അതിനെ കുറിച്ചാ ഞാൻ പറഞ്ഞ. ആ വിഷയത്തിൽ എന്റെ എല്ലാവർക്കും അഭിപ്രായ അഭിപ്രായം ഞാൻ പറഞ്ഞിട്ടുണ്ടെന്ന് പറയാം. സ്വാതന്ത്ര്യങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ട് സമൂഹത്തിൽ. പക്ഷെ അതൊരു വിദ്വേഷമാക്കി സമൂഹത്തിൽ മാറ്റുക എന്നുള്ളതാണ്. നിങ്ങളല്ല, നിങ്ങളെ പോലുള്ള എത്തിസ്റ്റ് അതാണ് എന്ന സുഹൃത്തെ, ഞാൻ നോക്കൂ. അഭിനയിക്കുന്ന വ്യക്തികൾ നടത്തുന്നത്. അല്ല, അതാ ഞാൻ പറഞ്ഞ, എല്ലാ കാര്യത്തിലും നമുക്ക് വ്യക്തിപരമായിട്ട് അഭിപ്രായമുണ്ട്. ഇപ്പൊ ഞാൻ എം അക്ബർ എന്ന് പറഞ്ഞ വ്യക്തി നടത്തുന്ന പ്രവർത്തനങ്ങളുമായി ബന്ധപ്പെട്ട് എനിക്ക് അഭിപ്രായമുണ്ട്. ആ അഭിപ്രായം ഞാൻ അക്ബറിന്റെ വീഡിയോ കേൾപ്പിച്ചിട്ട് എന്റെ അഭിപ്രായം ഞാൻ പരസ്യമായിട്ട് പബ്ലിക്കിനോട് പറയുന്നു. അതിനു പകരം അതുപോലെ അക്ബർ അതുപോലെ അത് സാഹിബ്, അത് ഒരു അത് മിനിറ്റ്, അല്ല. അക്ബറിനെ ഓക്കെ. കുറിച്ച് ഞാൻ അക്ബർ അങ്ങനത്തെ ആളാണ്, ഇങ്ങനത്തെ ആളാണ്, അതിന്റെ പ്രശ്നമുണ്ട്, ഇന്ന പ്രശ്നമുണ്ട് എന്ന് ഞാൻ നിങ്ങളോട് പറഞ്ഞിട്ട് വല്ല കാര്യമുണ്ടോ? അതാ ഞാൻ ചോദിക്കണേ. പക്ഷെ ആരിഫിനെ പറ്റി നിങ്ങൾ എന്താ ചർച്ച ചെയ്യാത്ത? ആരിഫിനെ കുറിച്ച് എന്റെ അഭിപ്രായം ഞാൻ പറഞ്ഞിട്ടുണ്ട്. അതിൽ നിങ്ങളോട് ഞാൻ പറഞ്ഞത് ആരിഫിന്റെ രീതികളെ കുറിച്ചും അപ്പൊ ആരിഫിനെ ആരിഫ് പോലെയുള്ള നിങ്ങളുമായിട്ട് ആൾക്കാരെ എത്ര കുറിച്ചും. ഇതില്ലേ? എന്തെന്നാണ് നിങ്ങൾ ഇത് നിങ്ങൾ ചർച്ചകളും പരദൂഷണം കാര്യങ്ങളും? പറയാൻ വിളിച്ചാണോ? നിങ്ങൾ എന്നോട് സംസാരിക്കാൻ വിളിച്ചാണോ? അതല്ല, എത്തിസ്റ്റ് എന്ന് പറഞ്ഞത് സമൂഹത്തിൽ എന്താന്നുള്ളത് എനിക്ക് അറിയണം. എത്തിസ്റ്റ് എന്താണ് സമൂഹത്തിന് എത്തിസ്റ്റ് ബാധ്യത? എന്താന്ന് എനിക്ക് അറിയില്ല. ഞാൻ മനുഷ്യന്മാരെ കുറിച്ച് ആലോചിക്കാറുള്ളൂ. പക്ഷെ എന്റെ മുമ്പിൽ യുക്തിവാദം എല്ലാവരും മനുഷ്യന്മാരാണ്. പക്ഷെ യുക്തിവാദം എന്ന് പറഞ്ഞാൽ എന്താണ്? സമൂഹത്തിൽ എന്താണ് അതിന്റെ ധർമ്മവും യുക്തിവാദം കാര്യങ്ങളൊക്കെ എന്ന് പറഞ്ഞാൽ പറയാം. സമൂഹത്തിൽ എന്താണ് ധർമ്മം എനിക്ക് മനസ്സിലായില്ല. എന്താ നിങ്ങളെ ചോദ്യം എന്താ? അല്ല, യുക്തിവാദം സമൂഹത്തിന് എന്താണ്, അവരുടെ ഉപകാരം എന്താണ് സമൂഹത്തിൽ എന്ന് ഉം. അറിയണല്ലോ. അവരും കുറെ ആൾക്കാർ പ്രവർത്തിക്കുന്നുണ്ടല്ലോ സമൂഹത്തിന് മാറ്റാൻ, മതത്തിൽ നിന്ന് തട്ടി മാറ്റാൻ, അതുപോലത്തെ വേറെ ഇസങ്ങളിൽ നിന്ന് മാറ്റാൻ, ആ, അതുപോലെയുള്ള പ്രവർത്തനങ്ങളാണല്ലോ ഏർപ്പെടുന്നത്. അതെ, തീർച്ചയായിട്ടും അപ്പൊ അങ്ങനത്തെ പ്രവർത്തനങ്ങളിൽ ഓരോ അങ്ങനത്തെ ഉദ്ദേശം വെച്ച് പ്രവർത്തനത്തിൽ ഏർപ്പെടുന്നവരുണ്ടോന്ന് എനിക്കറിയില്ല. എന്നെ സംബന്ധിച്ച് യുക്തിവാദം എന്നൊക്കെ പറഞ്ഞാല് നമ്മൾ ഏതൊരു വിഷയത്തിലും സ്വതന്ത്രമായി നീതിയുക്തമായിട്ട് കാര്യങ്ങൾ ആലോചിക്കും, പഠിക്കും, തീരുമാനം എടുക്കുകയൊക്കെ ചെയ്യുമ്പോൾ അതിനകത്ത് തെളിവുകൾക്ക്. അതിനാണ് നിങ്ങൾ വ്യൂസ് ആളും കിട്ടുന്നത് അല്ലേ? നിങ്ങളിപ്പോ ഹിന്ദു നിങ്ങൾ സമൂഹത്തെ എന്നെ ക്രിസ്ത്യൻ വിളിച്ച പോയിന്റ് പറയൂ. നിങ്ങളിപ്പോ ഹിന്ദു മതത്തെ ക്രിസ്ത്യൻ മതത്തെ ഏത് മതങ്ങളെ വെച്ചാൽ എത്ര വ്യൂസോ ആളെ കിട്ടുന്നില്ല. എനിക്ക് പക്ഷെ കിട്ടും. മുസ്ലിം എനിക്കിപ്പോ സമൂഹത്തെ ഞാൻ മാത്രം പറഞ്ഞു ഞാൻ നിങ്ങൾ മുസ്ലിം പറഞ്ഞുതരാം. സമൂഹത്തെ വിട്ടുപോയ ആളാണ് അല്ലേ? ആ മതത്തെ മാത്രം വിമർശിക്കുക എന്നുള്ളത് യുക്തിവാദത്തിന്റെ അടിസ്ഥാനമാണോ? നിങ്ങളിപ്പോ എന്ത് ചോദിക്കാൻ വിളിച്ചാന്ന് പറയും, ഞാൻ നിങ്ങൾക്ക് കൃത്യമായിട്ട് പറഞ്ഞുതരാം. നിങ്ങളിപ്പോ അതന്നെ എന്നെ ഞാൻ വിളിക്കാൻ ഒരു ചോദിച്ചില്ലേ. കാരണം ഉണ്ടാവില്ല, അത് പറയും. ഞാ- ഞാൻ ചോദിച്ചത് തന്നെ. എന്ത്? എന്താ ഒരു മതത്തെ ഞാൻ മാത്രം ഇപ്പൊ നിങ്ങൾ ഇന്നലെ ഒരു ടാർഗറ്റ് വീഡിയോ ചെയ്ത്? ചെയ്തിരുന്നു. ഞാൻ ഓരോ വിഷയങ്ങളാണ് എടുത്ത് സംസാരിക്കാറ്. ഞാൻ സബ്ജക്ട് ഓറിയന്റഡ് ആയിട്ട് സംസാരിക്കുന്ന ആളാണ്.
ഓക്കെ. ഇന്നലെ ഞാനൊരു വീഡിയോ ചെയ്തിരുന്നു, 4 കെട്ട് താലികെട്ട് തെറിവിളി നിലവിളി ആ എന്നിട്ട്. നിങ്ങൾ കണ്ടിരുന്നു? കണ്ടിട്ടുണ്ട്. കണ്ടു. അതിൽ ഞാൻ പരാമർശിച്ച വിഷയങ്ങളുണ്ട്, സബ്ജക്റ്റ്. ഉം. അതിനോട് നിങ്ങൾ യോജിക്കുന്നോ വിയോജിക്കുന്നോ? ഞാൻ ആ പറഞ്ഞ പക്ഷെ കാര്യങ്ങൾ ഇതിനെ തെറ്റാണോ ശരിയാണോ? പക്ഷെ നിങ്ങളെ 99% ഒരു സമൂഹത്തെ മാത്രം ഇല്ല, ടാർഗറ്റ് ഒരു ചെയ്യാൻ സമൂഹത്തിന് ഇല്ല. ഞാൻ 100% ഇസ്ലാം വിമർശനാണെന്നുള്ള വിചാരിച്ചോളൂ. 100%. ആ ആ പറഞ്ഞ പക്ഷെ അത് വിഷയത്തിൽ പ്രശ്നങ്ങളുണ്ടോ? അധികം മുസ്ലിം സമൂഹത്തിൽ ഒരുപാട് പ്രശ്നങ്ങളുണ്ടല്ലോ. ഞാൻ അല്ലല്ല, നിങ്ങളെ മുസ്ലിം സമൂഹത്തിന്റെ പ്രശ്നങ്ങളെ കുറിച്ചേ അല്ല ഞാൻ ചോദിക്കണേ. ഞാൻ പറഞ്ഞ വിഷയം, ഇപ്പൊ ഞാൻ ഒരു ഉദാഹരണത്തിന്, ഇന്നലെ ഞാൻ ചെയ്ത വീഡിയോയിൽ ഞാൻ പരാമർശിച്ച കാര്യങ്ങൾ ശരിയാണോ അല്ലേ? ഞാൻ ഫുള്ള് കേട്ടില്ല, ആ, തിരക്കിന്റെ ഇടയിലായിരുന്നു. അങ്ങനെയാണ് ചെയ്യുക. നമ്മളിപ്പോ ഒരു കാര്യത്തിൽ നമ്മളൊരു അഭിപ്രായം പറയുന്നു, പിന്നെ എന്താ പറയാ, ഇസ്ലാമിനെ വിമർശിക്കുമ്പോൾ മാത്രമാണ് വ്യൂ കിട്ടുന്നത് എന്ന് പറയുന്നതിനോട് എനിക്ക് യോജിപ്പില്ല. അല്ലേ? കാരണം ഞാൻ പറഞ്ഞുതരാം. അത് ഇപ്പൊ നിങ്ങൾ അതെ, എന്നെ ഇതിനു വിളിക്കുന്ന മുമ്പ് പോലെ. നിങ്ങളൊരു സംഘി വിളിച്ചിരുന്നു. ഉം, അതെ, അത് നിങ്ങൾ മറുപടി കൊടുത്തിട്ടുണ്ട്. ഉം. അതുപോലെ എല്ലാ വിഷത്തിനെയും മതത്തിന്റെയും ഇങ്ങോട്ട് വിഷയങ്ങൾ നിങ്ങൾ വിളിക്കട്ടെ, ചർച്ച ഇങ്ങോട്ട് വിളിച്ചാ ചെയ്യുന്നില്ലല്ലോ. മതി. ഇപ്പൊ പ്രശ്നം തീരെ അറിയുന്ന ആൾക്കാരുണ്ടെങ്കിൽ ഓരെയും കൊണ്ട് വിളിപ്പിച്ചോളി, ഒരു കുഴപ്പമില്ല. പിടുത്തം കിട്ടാൻ ഇസ്ലാം വിമർശനം പ്രശ്നമല്ല. ഇസ്ലാമിനെ വിമർശിക്കാൻ ആർക്കും വിമർശിക്കാം, ഒരു പ്രശ്നവും ഇല്ല. ഇസ്ലാം പിന്നെന്താ വിമർശനത്തെ നമ്മളെ തമ്മിൽ അധികം. അഭിപ്രായ വ്യത്യാസം എന്താ? പക്ഷെ മറ്റു മതങ്ങളോ ഇസങ്ങളോ ഒന്നും നിങ്ങൾ ടച്ച് ചെയ്യുന്നില്ല. അതിനും കുഴപ്പമില്ലാന്ന്. ഇപ്പൊ ഒരാൾക്ക് ഇസ്ലാമിനെ മാത്രം വിമർശിക്കാനാണ് താല്പര്യമെങ്കിൽ അയാൾക്ക് അത് വിമർശിക്കാനുള്ള സ്വാതന്ത്ര്യമല്ലേ? എന്താ കഥ? യുക്തിവാദം എന്ന് പറഞ്ഞാൽ എല്ലാ വിഷയത്തിനെ പറ്റി അവർ അങ്ങനെയൊന്നും അഡ്രസ് ചെയ്യും. നിർബന്ധമില്ല. ഇല്ല, ഇല്ല. ഇല്ല, പിന്നെ നിർബന്ധമില്ലാതെ അങ്ങനെ നിർബന്ധമില്ല. സമൂഹത്തിൽ യുക്തിവാദം എന്ന് പറഞ്ഞാൽ ഇല്ലാന്ന്. എന്താ നിങ്ങൾ എന്താ കഥ? പറയുന്നത്? ഞാൻ പറയുന്നത്, ഞാൻ സമൂഹത്തിലുള്ള ഇസ്ലാമിനെ എല്ലാ മാത്രം, വിഷയങ്ങളും നിങ്ങൾ ചർച്ച ചെയ്യുന്നുണ്ട്. ഞാൻ ഒരു കാര്യം ചോദിക്കട്ടെ, ഞാൻ ഇസ്ലാമിനെ മാത്രം വിമർശിക്കാൻ തീരുമാനിച്ചു എന്ന് വിചാരിക്കാം. ആ അതിനുള്ള സ്വാതന്ത്ര്യം എനിക്ക് ഉണ്ടോ ഇല്ലേ? അതുണ്ട്. ഉണ്ട്. പിന്നെ ഇതിനകത്ത് ആകെ സംസാര വിഷയം എന്താണ്? ഞാൻ പറഞ്ഞ വിഷയങ്ങൾ വസ്തുതാവിരുദ്ധമാണോ, തെറ്റാണോ, ശരിയല്ലാത്ത കാര്യങ്ങളുണ്ടോ, ദുരുദ്ദേശപൂർവ്വം കളവ് പ്രചരിപ്പിച്ചിട്ടുണ്ടോ, ഇതൊക്കെയാണ് പിന്നെ ഉള്ളത്. അങ്ങനത്തെ എന്തെങ്കിലും പോയിന്റ് ഉണ്ടെങ്കിൽ നിങ്ങൾ സംസാരിച്ചോളൂ, നമുക്ക് സംസാരിക്കാം. മറ്റേ അർത്ഥമല്ലേ? മറ്റേത് ഈ വാട്ട് അബൌട്ടറി എന്ന് പറയും. നമ്മൾ ഒരു കാര്യം പറയുമ്പോൾ നിങ്ങൾ എന്താ അവരെ പറയാത്തത്, ഇവരെ പറയാത്തത് എന്ന് ചോദിക്കുന്ന കാര്യമാണ്. അതിൽ കാര്യമില്ല. അല്ല, യുക്തിവാദം എന്ന് പറഞ്ഞാൽ എല്ലാ വിഷയവും നിങ്ങൾ ചർച്ച ചെയ്യേണ്ട ആൾക്കാരല്ലേ? എന്തിന്? ഒന്നും വേണ്ട. എന്തിന്? ആവശ്യം വേണ്ടത്. ഉണ്ടെങ്കിൽ ചെയ്യാം. താല്പര്യമുള്ളവർക്ക് താല്പര്യമുള്ളത് ചെയ്യാം. ആവശ്യമൊന്നല്ല, അത് താല്പര്യമാണ്. എല്ലാം നമുക്ക് അറിയണ്ടേ. നിങ്ങൾ ഓരോ മതത്തിലും ഓരോ ഇസങ്ങളിൽ നടക്കുന്ന പ്രശ്നങ്ങൾ അറിയണ്ടേ. അത് ഓരോ ഏതിലാണ് ഇപ്പൊ നിങ്ങൾക്ക് അറിയേണ്ടതെന്ന് പറയും, ഞാൻ നിങ്ങൾക്ക് സജസ്റ്റ് ചെയ്ത് തരാം. നിങ്ങളെ ടാർഗറ്റ് ഒരു മതത്തെ മാത്രം നിങ്ങൾ എന്റെ ടാർഗറ്റ് ഇസ്ലാമാണ്. അപ്പൊ നിങ്ങളെ യുക്തിവാദം എന്ന് പറയാൻ പറ്റില്ല. ഞാൻ യുക്തിവാദ പ്രചാരകനായിട്ടല്ല. അത് ഞാൻ പറയുമ്പോ എന്നെ കളിയാക്കോ. യുക്തിവാദ പ്രചാരണം അല്ല എന്റെ വിഷയം. എന്റെ വിഷയം ഇസ്ലാം വിമർശനാണ്. പക്ഷെ നിങ്ങൾ അറിയപ്പെടുന്ന മറ്റുള്ള ആൾക്കാർ അത് പിന്നെ എന്തൊക്കെ ആൾക്കാർ വിളിക്കും, പല ആൾക്കാർ വിളിച്ച് പലതും വിളിക്കും. അതിപ്പോ നമുക്ക് ഉത്തരവാദിത്തമല്ലല്ലോ. നിങ്ങൾ എന്ത് വിളിക്കുന്നു എന്നുള്ളതിനെ കുറിച്ച് ഇപ്പൊ എനിക്ക് ഉത്തരവാദിത്തമല്ലല്ലോ. അത് നിങ്ങളുടെ ധർമ്മം, മനോധർമ്മം. നിങ്ങൾ യുക്തിവാദിയല്ല. ഞാൻ എന്ത് വാദിയായാലും ഞാൻ ഇപ്പൊ നടത്തിക്കൊണ്ടിരിക്കുന്ന പ്രവർത്തനം ഇസ്ലാം വിമർശനമാണ് മാത്രം. അതെ, അതാണ് ഇപ്പൊ ചെയ്തോണ്ടിരിക്കുന്നത്. നിങ്ങള് അപ്പൊ പിന്നെ നമ്മൾ തമ്മിൽ സംസാരം എന്ന് പറയണത്, ഞാൻ എന്തിനാണ് എന്റെ നമ്പർ കൊടുത്തതെന്ന് ചോദിച്ചാൽ, ഞാൻ നടത്തിക്കൊണ്ടിരിക്കുന്ന പ്രവർത്തനത്തിൽ ഞാൻ പറയുന്ന വിഷയങ്ങളിൽ അതിൽ ഞാൻ അക്കൗണ്ടബിൾ ആണ്. അതിന് മറുപടി പറയാൻ ബാധ്യസ്ഥനാണ്. അതിൽ വിശദീകരണം തരാൻ തയ്യാറാണ്. അതുമായിട്ട് സംസാരിക്കാനും ചർച്ച ചെയ്യാനും ഒരുക്കമാണ്. അതിന്റെ അടിസ്ഥാനത്തിലാണ് എന്റെ നമ്പർ കൊടുത്തിട്ടുള്ളത്. അപ്പൊ ഇസ്ലാം മതം നിങ്ങൾ ഇവിടെ ഈ ലോകത്ത് ഇല്ലാതാക്കണം, അങ്ങനെയൊന്നും എനിക്ക് ആഗ്രഹമില്ല. അതൊക്കെ ഞാൻ ക്ലിയർ ആയിട്ട് പറഞ്ഞിട്ടുണ്ട്. അപ്പൊ എനിക്ക് എന്താ പറയാ, നിങ്ങൾ ഒന്നുകിൽ ഞാൻ ആരാണ്, എന്താണ് എന്റെ ഉദ്ദേശം, ഞാൻ എന്ത് പ്രവർത്തനം നടത്തുന്നത്, എന്ത് ലക്ഷ്യത്തിന് വേണ്ടിയിട്ടാണ് പ്രവർത്തിക്കുന്നത്, ഇതൊന്നും നിങ്ങൾ സാമാന്യമായിട്ട് മനസ്സിലാക്കാതെ എന്നെ വിളിച്ചിട്ട് കാര്യമില്ലല്ലോ. ഇപ്പൊ ഒരാളോട് സംസാരിക്കാനോ ഒരു ഇന്റർവ്യൂ ചെയ്യുമ്പോ, അല്ലെങ്കിൽ ഒരാളോട് നമ്മൾ എതിർത്തിട്ടോ അനുകൂലിച്ചോ സംസാരിക്കാൻ വേണ്ടി പോകുമ്പോ ഒരു മിനിമം മര്യാദ എന്ന് പറയുന്നത് അയാൾ എന്താണ്. നിങ്ങൾ ഉദ്ദേശം മതമില്ലാത്ത ഒരു ലോകം, അതിലൊരു ഫ്രീ തിങ്കേഴ്സ് ആയിട്ട് മാറാന്നുള്ള ഒരു കൺസെപ്റ്റ്. അല്ല, അതാ ഞാൻ പറഞ്ഞ എന്റെ ഉദ്ദേശം എന്താണ്. പല കൺസെപ്റ്റ് ഉള്ള ആൾക്കാരുണ്ട്, ഉണ്ട്. എന്റെ ഉദ്ദേശം എന്താണ്, എന്റെ ലക്ഷ്യം എന്താണ്, ഞാൻ എന്തുകൊണ്ട് ഇസ്ലാം മത വിമർശനം നടത്തുന്നു, എത്ര കാലം വിമർശനം നടത്തും, ഏത് ലക്ഷ്യത്തിന് വേണ്ടിയാണ് പ്രവർത്തിക്കുന്നത്, അത് ഞാൻ സ്വീകരിക്കുന്ന മാർഗം എന്താണ്, എന്റെ ശൈലി എന്താണ്, ഇതൊക്കെ വളരെ ക്ലിയർ ആയിട്ട് പലതവണ പലയാവർത്തി പറഞ്ഞിട്ടുണ്ട്. നിങ്ങൾ എന്റെ ചാനലിൽ കയറിയിട്ട് ലക്ഷ്യവും മാർഗവും എന്ന് മാത്രം സെർച്ച് ചെയ്താൽ നിങ്ങൾക്ക് കിട്ടും.
അതൊക്കെ കേട്ടിട്ട് വലിയ ദീൻ എന്ന് പറയുന്ന എന്റെ ഫസ്റ്റ് പ്രസന്റേഷനിൽ ഞാൻ എന്തുകൊണ്ട് മതം ഉപേക്ഷിക്കുന്നു, അതിന്റെ കാരണം, അതിന്റെ വഴികൾ, മീൻസ് ആ യാത്ര, പിന്നെ ഇപ്പൊ എത്തി നിൽക്കുന്നത്, എന്ത് ലക്ഷ്യത്തിലേക്കാണ് ഞാൻ മതവിമർശനം ഉദ്ദേശിക്കുന്നത്, എപ്പോ നിർത്തും, ഇതൊക്കെ പറഞ്ഞിട്ടുണ്ട്. മതമില്ലാത്തൊരു ലോകമാണോ നിങ്ങൾ ഉദ്ദേശിച്ചത്? അതൊക്കെ ഞാൻ പറഞ്ഞിട്ടുണ്ട്. അങ്ങനത്തെ ഒരു ഉദ്ദേശമൊന്നും എനിക്കില്ല. പിന്നെ മതത്തിന് എന്തിനാ വിമർശിക്കുന്നത്? അതാ ഞാൻ പറഞ്ഞ. അപ്പൊ നിങ്ങൾ എന്നോട് സംസാരിക്കാൻ വരുമ്പോ സാമാന്യമായിട്ട് നിങ്ങൾ അത് അന്വേഷിച്ചിട്ട് വരണ്ടേ? അതവിടെ ഉണ്ടല്ലോ. അറ്റ്ലീസ്റ്റ് വലിയ ദീൻ എന്ന് പറയുന്ന എന്റെ ഫസ്റ്റ് പ്രസന്റേഷൻ ഉണ്ട്, അതിൽ ഞാൻ പറഞ്ഞിട്ടുണ്ട്. അതെങ്കിലും നിങ്ങൾ കേട്ടിട്ട് വരണ്ടേ? വെറുതെ നമ്മൾ തർക്കിക്കാൻ വിളിച്ചിട്ട് കാര്യമില്ലല്ലോ. അല്ലെങ്കിൽ ഇപ്പൊ ഞാൻ ഒരു വിഷയത്തിൽ ഞാൻ ചെയ്ത വീഡിയോ, പറഞ്ഞ അഭിപ്രായം, അതിനോടുള്ള നിങ്ങളുടെ പ്രതികരണം, തർക്കം എന്തോ ആവാം. വെറുതെ നമ്മളിങ്ങനെ കാടും പടലും തല്ലിയിട്ട് കാര്യമില്ലല്ലോ. അപ്പൊ നിങ്ങൾ മറ്റുള്ള ആൾക്കാരെ പോലെയുള്ള, ഞാനതാണ് ഒന്നാമത് വിളിക്കാൻ കാരണം. ഞാൻ അതല്ലേ പറഞ്ഞു, നിങ്ങൾ മറ്റുള്ള ആൾക്കാരെ കമ്പയർ ചെയ്യും, മറ്റുള്ള ആൾക്കാരെ പോലെ അങ്ങനെയൊന്നും എന്നെ വിചാരിക്കണ്ട. ഞാൻ വിചാരിച്ച മൊത്തത്തിൽ നിങ്ങൾ യുക്തിവാദം അല്ല, എന്നെ സംബന്ധിച്ച് അതിലൊരു ലോജിക്കില്ല സുഹൃത്തെ. ഇപ്പം MM അക്ബറിനോടുള്ള എന്റെ അഭിപ്രായ വ്യത്യാസം ഞാൻ നിങ്ങളോട് ഇങ്ങനെ തർക്കിച്ചിട്ട് വല്ല കാര്യമുണ്ടോ? അല്ലെങ്കിൽ MM അക്ബർ ചെയ്യുന്നതിനും പറയുന്നതിന്റെ ഉത്തരവാദിത്തം നിങ്ങൾ പറയണം എന്ന് ഞാൻ പറയണതിൽ വല്ല അർത്ഥമുണ്ടോ? അവര് തന്നെ കുറെ ടീമായിട്ട് മാറി. അപ്പൊ അതല്ലേ പറയണത്. അപ്പൊ എനിക്ക് MM അക്ബറുമായിട്ട് ബന്ധപ്പെട്ട ഒരു വിഷയത്തിൽ അഭിപ്രായം ഉണ്ടെങ്കിൽ MM അക്ബറിന്റെ അഭിപ്രായം കേൾപ്പിക്കുന്നു, അതിൽ എന്റെ അഭിപ്രായ വ്യത്യാസം ഞാൻ പബ്ലിക്കായിട്ട് പറയുന്നു. അല്ല, MM അക്ബറിനോട് നേരിട്ട് പറയേണ്ടതാണെങ്കിൽ അദ്ദേഹത്തെ വിളിക്കാൻ ശ്രമിക്കുന്നു, പറയാൻ ശ്രമിക്കുന്നു, അല്ലെങ്കിൽ മെസ്സേജ് അയക്കുന്നു. ഇതെല്ലാം നമ്മൾ ചെയ്യാം. ഒരു സമൂഹം ഇങ്ങനെ എന്താ ചിന്തിക്കേണ്ടി ഒന്നും അറിയാതെ ഇങ്ങനെ നടക്കുക. എന്താണ് സമൂഹത്തിന്? നിങ്ങൾക്ക് എന്തെങ്കിലും ചിന്താ കുഴപ്പമുണ്ടെങ്കിൽ നിങ്ങൾ പറയും, നമുക്ക് സംസാരിക്കാം. നമ്മളതിനപ്പം മുസ്ലിം സമൂഹത്തിൽ ഓരോ അഭിപ്രായ വ്യത്യാസങ്ങളും മതസംഘടനകളും കാര്യങ്ങളുമായിട്ട് ഇങ്ങനെ പോകുന്നുണ്ട്. എന്തിനാ ഇങ്ങനെ നടക്കണം? ഇങ്ങനെ നിങ്ങളെ അവസ്ഥയിൽ കൂടി നടന്നിട്ടാണ് ഇതൊക്കെ എന്താ ഏതാണെന്നൊന്ന് മനസ്സിലാക്കണമെന്ന് തീരുമാനിക്കുന്നതും ഞാൻ ഇതിനെക്കുറിച്ച് കൂടുതൽ അന്വേഷിക്കാൻ ശ്രമിക്കുന്നതും പഠിക്കാൻ ശ്രമിക്കുന്നതും. നിങ്ങൾ അങ്ങനത്തെ കടുങ്കൈ ഒന്നും ചെയ്തു കളയില്ലേ എന്ന് എനിക്ക് നിങ്ങളോട് പറയാം. ഉള്ള ഈമാൻ പോയി പോകും. പക്ഷെ നമ്മൾ ഓരോ സംഘടനയും കാര്യങ്ങളൊന്നും ചിന്തിക്കാൻ പോകുന്നില്ല. നമ്മൾ ഖുർആനും ഹദീസും മാത്രം നോക്കുക എന്നുള്ള മാക്സിമം. അതും അല്ലാതെ ഒന്നും നോക്കാണ്ടിരിക്കണ തന്നെയാണ് നല്ലത്. അത്യാവശ്യം അറിയാവുന്നതൊക്കെ വെച്ചിട്ട് അങ്ങനെ ഓത്തു നിസ്കാരമായിട്ട് പോയാൽ വലിയ കുഴപ്പമുണ്ടാവില്ല. ഇല്ലെങ്കിൽ ഉള്ള ഈമാൻ പോയി പോകും. അത് തന്നെ നിങ്ങൾ പറയുമ്പോൾ തന്നെ എന്റെ ഒരു ഇത് ഓവറായിട്ട് നമ്മൾ ചിന്തിക്കുമ്പോ പല അഭിപ്രായങ്ങളും വ്യത്യാസങ്ങളും 100% ഒന്നിനും ഒരു ഉറപ്പില്ലല്ലോ ഇസ്ലാം സമൂഹത്തിൽ. അതെന്താ അങ്ങനെ വരാൻ കാരണം? ഒന്നിനും ഉറപ്പില്ലായിരുന്നതൊക്കെ അതതിന്റെ പരിമിതിയാണ്. എന്താ അങ്ങനെ പരിമിതി എന്ന് പറയാൻ പറ്റുമോ? അതില്ലാത്ത സാധനം അവകാശവാദം ഉന്നയിച്ച് വരുമ്പോഴാണ് ഈ പ്രശ്നമായി. ഇപ്പൊ ഒറ്റ ഖുർആാനുള്ള വള്ളി പുള്ളി കുത്ത് കോമ വ്യത്യാസം അല്ലാതെയാണ് ഖുർആൻ സംരക്ഷിച്ചതെന്നൊരു വാദം നമുക്കില്ലേ? ഇപ്പൊ എന്താ പറയണേ? 7 തരത്തിലാണ് സംരക്ഷിച്ചതെന്ന് പറയണേ. എന്താ ചെയ്യാൻ പറ്റുക? അതെപ്പോഴാ പറയണേ? 7 തരത്തിൽ. അത് തന്നെ ഇതിങ്ങനെ പണ്ടുള്ള ഇതുപോലുള്ള ക്രോഡീകരിക്കാനൊന്നും കമ്പ്യൂട്ടറോ കാര്യങ്ങളോ ഒന്നുമില്ല. കേട്ടല്ലോ ഓരോരുത്തർ ഇല്ലേ? ആ പരിമിതി ആലോചിച്ചിട്ട് വേണ്ടേ തള്ളാന്. ഈ 21ാം നൂറ്റാണ്ടിലെങ്കിലും മൈക്ക് കിട്ടുമ്പോ മിണ്ടാതിരുന്നൂടെ? വള്ളി പുള്ളി കുത്തുകോമ വ്യത്യാസം അല്ലാതെ സംരക്ഷിക്കുമെന്ന് അള്ള പറഞ്ഞ വാക്കാണ് പറഞ്ഞിട്ട് നോക്കുമ്പോ 7 തരത്തിൽ മദീനയിൽ നിന്ന് അച്ചടിച്ച് പുറത്തു വിടുന്നുണ്ട്. പക്ഷെ എന്താ സംബന്ധിച്ചാൽ ഒരു പ്രദേശത്തേക്ക് ഒരു തരത്തിലുള്ള കൊടുക്കുള്ളൂ. ഇപ്പൊ ഏഷ്യയിലേക്ക് ഇന്ത്യയിലേക്കൊക്കെ വരുന്നത് നമ്മളെ അഫ്സ് മാത്രമാണെങ്കിൽ അഫ്സ് മാത്രമേ ഇവിടെ തരുള്ളൂ, വർഷം വേറെ തരൂല. അതുപോലെ തന്നെ ഹദീസും ഇതിനൊക്കെ ഒരു ലിമിറ്റില്ല. ഇത് ആഗോളവൽക്കരണം വരുമ്പോ ഇവിടെ ഉള്ളവന്റെ വർഷം കിട്ടും, അഫ്സും കിട്ടും, കാലൂനും കിട്ടും, എല്ലാം കിട്ടി ആകെ ഇത് അന്വേഷിച്ച് നോക്കുമ്പോ ആകെ കിളി പോവില്ല. അപ്പൊ ഈ മൂല്യന്മാര് പറഞ്ഞതൊക്കെ വെറുതെ ആയില്ലേ? ഫസാദായില്ലേ? അതന്നെ എന്തിലും ഒരു അഭിപ്രായം ഉണ്ടല്ലോ. ഇവൻ നമസ്കാരം വരെ അഭിപ്രായ വ്യത്യാസങ്ങളല്ല. 3 ഉണ്ട്. എത്ര കൊല്ലായി കൈ എവിടെ കെട്ടണം തല്ലു തുടങ്ങിയിട്ട് പറ? അതുണ്ട്. അത് കൊല്ലങ്ങളായി. അതിനാണ് സമൂഹങ്ങൾ ഈ തല്ല് കണ്ട് മനസ്സ് വേദനിച്ചിട്ടാണ് ഈ മൂല്യന്മാരെ ഡിപ്പെൻഡ് ചെയ്തിട്ട് യഥാർത്ഥ ദീന് മനസ്സിലാക്കാൻ കഴിയില്ല എന്ന് പറഞ്ഞിട്ട് സ്വന്തം നിലക്ക് പഠിക്കാൻ ഒരുങ്ങിയത്. അത് നേരാണ്. അത് പ്രശ്നമാണ്. അങ്ങനെ പോയി കഴിഞ്ഞാൽ ഉള്ള ഈമാൻ പോലുള്ള കാര്യം പറഞ്ഞുതരാം. അതുറപ്പാണ്. ഞാനതാണ് കുറെ ഓവറായിട്ട് ചിന്തിക്കാതെ അവിടെയും ഇവിടെയും കേട്ട് മാത്രം ചെയ്ത് പ്രവർത്തിക്കുക എന്നുള്ള ഒരു ലെവലിലേക്ക് പോകുന്നത്. അതെ. എനിക്ക് ഉണ്ടല്ലോ, എനിക്ക് ആളുകളുടെ ഈമ നഷ്ടപ്പെടുന്ന എനിക്ക് വിഷമാണ്. കാരണം ആ മനുഷ്യന്മാരെ എത്ര ആത്മാർത്ഥമായിട്ട് സംരക്ഷിച്ചു പോരുന്ന സാധനമായിരിക്കും. പക്ഷെ എന്താ ചെയ്യാ, അനിവാര്യമായ ഘട്ടത്തിൽ ചില ആൾക്കാരുടെ ഈമാൻ പോയി പോകും.
അത് പോവും. ഓറായിട്ട് നമ്മൾ അപ്പൊ ഒന്നും ചെയ്യാൻ ചിന്തിക്കുമ്പോ പറ്റില്ല. ഇതിനെ വിഷയത്തിൽ വരുന്നുണ്ട്. അപ്പൊ അതിലൊരു അതാണ് നിമിത്താവുന്നുണ്ട് ഇടക്ക് ഞാന്. അതിൽ എനിക്ക് മനസ്താപമൊക്കെ ഉണ്ട്. എന്നാലും സത്യം പറയാതിരിക്കാൻ പറ്റില്ലാത്തൊരു പ്രശ്നം എനിക്കുണ്ട്. അതാ പ്രശ്നം. അതാണ് നമ്മളിങ്ങനെ ഓവർ ചിന്തിക്കും. പിന്നെ ഈ മൊലിയാമാരെ ക്ലാസ്സും കാര്യമൊക്കെ കേൾക്കുമ്പോഴാണ് ഭയങ്കര ഈ ഒരു അലർജി മൂല്യന്മാരെന്താ വന്നു. പറയാ അറിയോ? സ്വന്തം നിലക്ക് വായിക്കും പഠിക്കുകയൊക്കെ ചെയ്ത മൂല്യന്മാര് പറയും, സ്വന്തമായിട്ട് പഠിച്ചുകൊണ്ടാണ് ഇജ്ജ് പയച്ചു പോയത്, ഈ മൂല്യന്മാരെ നോക്കി പഠിക്കണമായിരുന്നു എന്ന്. മൂല്യന്മാര് അല്ലോ പറഞ്ഞാല് മൊലിയ ആ പേരോടിനെയും പിന്നെ ഇയാളിനെയും കൂടി ഒരുമിച്ച് പഠിക്കാൻ നോക്കിയത് ഞാന്, നമ്മുടെ ഹുസൈൻ സലഫിനെയും. എന്താ അവരൊക്കെ നാ- അല്ല ഈ നാദാപുരം കണ്ണൻ എന്നൊരു സാധനം ഓർമ്മ ഉണ്ടാവും, കേട്ടിട്ടുണ്ടോ? ഉണ്ട് 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 ഉണ്ട്. എന്റെ പൊന്നു, അതാണ് എന്റെ കിളി പറത്തിയ സാധനം. ഈ മുജാഹിദ് സമൂഹം എന്ന് പറഞ്ഞാൽ സമൂഹത്തിൽ അത്യാവശ്യം ഒരു ഡീസന്റും കാര്യം അവര് തന്നെ ഇപ്പൊ ഇത്ര സമൂഹമായി മാറി. ഏഴ് സമൂഹം അവരാണ് ഏറ്റവും പ്രശ്നം, ആ ആശയം. പ്രശ്നം ആ, അതാണ് ആ. അവര് തമ്മിലൊക്കെ സമൂഹം മാറുക പറഞ്ഞാൽ എന്താ ചെയ്യാ? അല്ലെ, സമൂഹം മറ്റുള്ളവർ പറഞ്ഞാൽ ഈ ഇപ്പൊ നമ്മളെ നാട്ടില് അല്ലെങ്കിൽ ലോകത്ത് ഇസ്ലാമിന്റെ പേരിൽ മുസ്ലിങ്ങൾ അനുഭവിക്കുന്ന പ്രയാസങ്ങളുണ്ടല്ലോ, ആണാണ്. അതിന്റെയും ഇസ്ലാം കൊണ്ട് മറ്റു സമൂഹങ്ങൾ അനുഭവിക്കുന്ന എല്ലാ പ്രയാസത്തിന്റെയും ഇപ്പോഴത്തെ ഈ ആധുനിക കാലഘട്ടത്തിൽ അതിന്റെ ഉത്തരവാദി മുഹമ്മദ് ബിൻ അബ്ദുൽ വഹാബാണ്. പിന്നെ അയാൾ ഒരു കിതാബും, ആ കിതാബിന്റെ പേര് നിങ്ങൾക്ക് അറിയാലോ, ഇത്താന്റെ പേര് എത്ര കിതാബ് എത്ര തൗഹീദ്. അറിയില്ല. ആ ഉം. അവരാണ് സൗദിയൊക്കെ ഇപ്പൊ അവരെ കയ്യിലാണോ? സൗദി വഹാബിസ് അവിടുന്ന് തുടച്ചു നീക്കുമെന്ന് പറയുന്നുണ്ട്. പക്ഷെ എന്താ കാര്യം, സൗദി കഴിഞ്ഞ എത്രയോ വർഷമായിട്ട് വഹാബിസ് അവിടുന്ന് കയറ്റുമതി ചെയ്യായിരുന്നു. അതിന്റെ ഉം. ഫസാദാണ് നമ്മളെ നാട്ടിലൊക്കെ ഇപ്പോൾ കാണുന്നത്. പിന്നെ ഷിയ ആരും സുന്നി മുസ്ലിം പ്രശ്നങ്ങൾ വേറെ, അതെ, അതൊക്കെ വേറെ. വേറെ അപ്പൊ പ്രശ്നങ്ങൾ വേറെ. അങ്ങനെയൊക്കെയാണ്. സ്വസ്ഥതയും സമാധാനവും ഒക്കെ നമ്മൾ ആലോചിച്ചുണ്ടാക്കേണ്ടി വരും ഇനി. അത് നമ്മൾ തന്നെ ഇതാക്കാം, മറ്റുള്ളവരെ നോക്കിയിട്ട് കാര്യമില്ല. നമ്മൾ തന്നെ കാര്യമില്ല. ആദ്യം അതെ, അതാണ് ഇപ്പോഴുള്ള വിഷയങ്ങള്. ആയിക്കോട്ടെ. അപ്പൊ എന്തായാലും നിങ്ങൾ ഏഹ് സമാധാനമായിട്ട് ഇരിക്കും, സന്തോഷമായിട്ട് പോയി. ഇടക്ക് നമുക്ക് വിളിക്കും, ചർച്ചകൾ ചെയ്യാം. ചർച്ചകളാവാം. ഓക്കെ. ആയിക്കോട്ടെ. അപ്പൊ ആരിഫിന്റെ വിഷയത്തിൽ നിങ്ങളൊന്നും പറയുന്നില്ല? ആരിഫിന്റെ വിഷയത്തിൽ എനിക്ക് പറയാനുള്ള അഭിപ്രായം ഞാൻ പറഞ്ഞിട്ടുണ്ട്. പരസ്യമായിട്ട് എന്റെ പക്ഷെ അയാള് ചാനലിലുണ്ട്. ഭയങ്കര അല്ല, മുസ്ലിം സമൂഹത്തെ വിമർശിക്കാൻ ആർക്കും, പക്ഷെ അയാൾ ഒരു സമൂഹത്തിൽ ഒരു അത് ഭയങ്കര എന്റെ അഭിപ്രായം ഞാൻ പ്രശ്നങ്ങളാക്കി പറഞ്ഞിട്ടുണ്ട്. വർഗീയ. വെറുപ്പ് ഉം, എന്തിനോടായാലും ആരോടായാലും നല്ല ക്വാളിറ്റി അല്ല, അത് നല്ലതല്ല. പക്ഷെ അത് നല്ലതല്ല. അതാണ് മെയിൻ വിഷയം. അതെന്റെ എന്തിനാണ് അഭിപ്രായം. അയാൾ അത് ഇങ്ങനെ ഈ രീതിയിൽ മെനക്കെട്ടുന്നത്? ആരിഫിനോടുള്ളതും ആരിഫിന്റെയും ജാമിദന്റെയും ഗണത്തിൽ എന്നെ എണ്ണരുതെന്ന് ഞാൻ പരസ്യമായിട്ട് പറഞ്ഞിട്ടുണ്ട്. ഞാൻ നിങ്ങളോട് പറയേണ്ട അത് അത് കാര്യമൊന്നുമില്ല. അതന്നാണ് ഞാൻ നിങ്ങളെ വിളിക്കാനും കാരണം. അതെ. അത് ഞാൻ പറഞ്ഞിട്ടുണ്ട്. ആരിഫിനോടും ഞാൻ നേരിട്ട് പറഞ്ഞിട്ടുണ്ട്, ഈ പക്ഷെ രീതികളോട് ഭയങ്കര പൊരുത്തപ്പെടാൻ പറ്റില്ല. വിഷമായി പോയി. ആകെ വിമർശിക്കുക, ആകെ വ്യൂസ് കിട്ടാൻ വേണ്ടി മുസ്ലിം സമൂഹത്തെ അത് മാത്രം എല്ലാത്തിലും ഉണ്ട്. ഇപ്പൊ ഇങ്ങനെ മതത്തിന്റെ ആൾക്കാരിലും ഉണ്ട് ഇങ്ങനത്തെ ഒക്കെ ചെയ്യുന്നവര്. കണ്ട്. പക്ഷെ ആയിക്കോട്ടെ. അവർ എന്തായാലും ചെയ്യുന്ന മറ്റുള്ളവരെ വല്ലാത്തൊരു കുറിച്ച് നമ്മളിങ്ങനെ സംസാരിക്കുന്നതിൽ അർത്ഥമില്ല എന്നുള്ളതുകൊണ്ടാണ്. ഒരു വിഷയം ആയിക്കോട്ടെ, വരുമ്പാണ് ഇത് വിഷയം. ഓക്കെ, എന്നാ ശരി. ഓക്കെ. എന്തായാലും ശരി. നമ്മൾ ഓക്കെ.